ഇത്ര ദിവസത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന അതെ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ചുണ്ടെങ്കിലും നമ്മളിതാ നമ്മുടെ സ്വന്തം വണ്ടിയിൽ കാർത്തുങ്കള പാസ് വെൽക്കം യൂസ് ടു ദി ടോപ്പ് ഓഫ് ദി വേൾഡ് നമ്മുടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പ് ഓഫ് ദി വേൾഡ് വേണം ഉള്ള കേട്ടോ. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അമ്പു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിതച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അത്ര എന്താ പറയുക, ഓക്സിജൻ്റെ ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ എത്തിച്ചു നമ്മൾ. ഇതാട്ടോ കാർത്തുങ്കള പാസ്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെയാണെങ്കിൽ അവിടെ ഭയങ്കര ക്യൂ ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. റൈഡേഴ്സ് ആയാലും കുറേ പേരുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വരെ എത്തിയ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആകുകയാണ്. ലേന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിബറ്റിയൻ ഫ്ലാഗ് ഇതാ അത്യാവശ്യം എല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്തെങ്കിലും ജീവിതത്തിന് പെട്ടെന്ന് ടയർഡായി പോകും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ തട്ടിപ്പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണിത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുന്നത് ചുമ്മാ തള്ളുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഡേഞ്ചറസ് വേയും അതുപോലെ തന്നെ 18,000 ആൾട്ടിറ്റ്യൂഡ് മേലെയുള്ള സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ കാർത്തുങ്കള പാസ്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള റോഡ്. റൈഡ് ഉഷാറാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്ന -8 ഗൈസ്. ആലോചിക്കാൻ കൂടി വയ്യ. -8 എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാണ് കേട്ടോ. ഇപ്പം തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നത് രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 0 ഡിഗ്രിയിലേക്ക് വന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ 4-5 ആ ലെവലാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ടായിട്ട് പോലും ഒരു 3-4 ആ ലെവലിലാട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയും തണുപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും റെഡിയാണ്. വണ്ടിക്ക് പവറില്ല, ആ ഒരു കാര്യം മാത്രമുണ്ട്. പവറില്ലാന്ന് വെച്ചാൽ നമുക്ക് മണാലിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് താഴെ ഡൽഹി എത്തുമ്പോഴത്തേനും പവർ ആയിക്കോളും. കാര്യം ഇവിടുത്തെ ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് വണ്ടിക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കേട്ടോ എല്ലാ വണ്ടിക്കും പവർ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സസ്പെൻഷനും പോയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര ജമ്പിങ് ആണ് വണ്ടി. പക്ഷെ നമുക്ക് ഇവിടുന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലേ മാക്സിമം ഇവിടെ നിന്ന് തന്നെ ചെയ്തേനെ. ഇങ്ങനത്തെ സ്ഥലത്തെത്തിയപ്പം ഇനി ഈകളുടെ ജാക്കറ്റിൻ്റെ സിബും പോയി, അതും ഭയങ്കര പണിയായിരിക്കുക. ഒരുപാട് ഹിമാലയൻ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വണ്ടി റെൻ്റലിന് കിട്ടും. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടത്തേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി റെൻ്റൽ എടുക്കുക, മേലേക്ക് വിടുക. അതാണ് പരിപാടി. ഇവിടെയുള്ള കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരാണ്. ഓടിച്ചു വിടുന്നവർ ഉണ്ട്, കുറവാണ്. യു ആർ ഓൺ ദി വൺ ഓഫ് ദി ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. പൊളി. ഗൈസ്, ഈ ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് പാസ് എടുക്കണം കേട്ടോ. ആ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടി നമ്പർ എഴുതി വണ്ടീൻ്റെ പാസ്സൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല. എല്ലാ വണ്ടീൻ്റെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോ വണ്ടികളായിട്ട് ചെക്ക് പോസ്റ്റ് കിടക്കാം. ഗൈസ്, ഇപ്പോൾ ആ കാണുന്ന മഞ്ഞുമലേക്കാളും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും മേലോട്ട് പോകാനുണ്ട് കേട്ടോ കാർത്തുങ്കളയിലേക്ക്. നല്ല തണുപ്പായി. കയ്യിലേക്ക് നല്ല ഇതിട്ടിട്ട് പോലും നല്ല തണുപ്പടിച്ച് കയറുന്നുണ്ട്. തണുക്കാൻ തുടങ്ങി. ഫുള്ള് ഡെസേർട്ട് ടൈപ്പ് കണ്ടില്ലേ? മലനിരകൾ മൊത്തം കല്ലും മണലും മണ്ണും. ഒരു പച്ചപ്പ് പോലും ഇല്ല, ഒരു പച്ചില പോലും ഇവിടെ കാണാനില്ല കേട്ടോ. മേലതെ നമ്മൾ പല്ല് വെച്ച് തുപ്പിയ പോലെ മേലെ കുറച്ച് മഞ്ഞ കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ റോഡ് വരെ ഐസാകും എന്നാണ് പറഞ്ഞേട്ടെ. -8 ആണല്ലോ, അപ്പോൾ റോഡ് വരെ ഐസായിരിക്കും. ഐസാകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി സ്ലിപ്പായി പോവും. സ്ലിപ്പായിട്ട് ഈ കൊക്കയിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ
പിന്നെ പറിക്കാൻ പോലും ഉണ്ടാവില്ല. ഓ, ഇവിടെയൊക്കെ ആൾക്കാർ ഇതേ പണിയെടുക്കുന്നത് സമ്മതിക്കണം കേട്ടോ. ഈ റോഡിന് ബാരിക്കേഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റോഡ് പോകുന്നതാണ് ഈ സ്ഥലത്ത്. ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ല് വീണ് പിന്നെ കുത്തി ഒലിച്ച് റോഡ് പോയി അങ്ങനത്തെ അവസ്ഥ വരുന്ന സ്ഥലമായതുകൊണ്ട് ബാരിക്കേഡ്സ് ഒന്നും തന്നെ ഇല്ല അവിടെ. അപ്പോൾ നമ്മുടെ മണാലിയിലേക്കുള്ള റോഡ് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഇനി നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. ഓപ്പൺ ആയാൽ നമുക്ക് അതിൽ അട്ടൽ ടണൽ വഴി സോനങ് വാലി അതിൽ നമുക്ക് മണാലിയിലേക്ക് എത്താം. ഇല്ലെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ. നമുക്ക് പുതിയ പുതിയ റോഡുകളിലേക്ക് പോകുമ്പോഴാണ് ഒരു രസമുള്ളൂ. വന്ന റോഡ് തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ വന്ന വഴി മാഗ്നറ്റിക് ഹിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് മിസ്സായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റാണെങ്കിൽ വണ്ടി കയറ്റത്ത് നിർത്തി കഴിഞ്ഞാൽ മേലോട്ട് പോകും വണ്ടി. നമ്മൾ നോർമലി ബാക്കോട്ട് കൂർന്നല്ലേ പോവുക, ഇത് മേലേക്ക് പോവും. അത് വൻ അത്ഭുതമായിരുന്നു. അത് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾക്കത് മിസ്സായി പോയിട്ടോ. കാര്യം നമ്മൾ ആ സ്ഥലത്തൊക്കെ പാസ്സായപ്പോൾ അറിഞ്ഞില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഐസുള്ള സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ലെവലിൽ ഐസായി. നല്ല തണുപ്പ് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പിന്നെ ഇവിടെ കയറുമ്പോൾ എല്ലാവരും ചെവിയിൽ പഞ്ഞി വെക്കണം. ചെവിയിൽ എന്തെങ്കിലും എയർ പ്ലഗ്സോ പഞ്ഞിയോ എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവർ ഗൈഡ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, ഓക്സിജൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഗൈഡ് ചെയ്തോളൂ കേട്ടോ. തണുപ്പായി, നല്ല തണുപ്പായി. ഇനി ചിലപ്പോൾ ഗോപ്രോ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വഴിയില്ല, ഗോപ്രോ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകാൻ. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് സർവൈവ് ചെയ്യില്ല മീൻസ് ഒരു മിനിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ഓഫായി പോകും. ഇത് റോഡിലേക്ക് മഞ്ഞ് ഇങ്ങനെ ഐസ് ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്രത്യേക ഫീലാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇവിടെ നിന്ന് അനുഭവിക്കുന്ന ആ തണുപ്പ് എന്ന് വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നാട്ടിലെത്തിയാൽ മതി, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് വരും. പക്ഷേ നമ്മൾ നാട്ടിലെത്തുമ്പോൾ വിചാരിക്കും എൻ്റെ മോനെ ഇവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു, രസമാണ്. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്സിജൻ ഇല്ലാണ്ടും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ്. കൈമറിച്ച് ഒരു രക്ഷയില്ല തണുപ്പായി. ഗോപ്രോ തനിയെ ഓണാവുന്നു, തനിയെ ഓഫാവുന്നു, എന്തൊക്കെ. ഗൈസ്, നമ്മളിതേ കാർത്തുങ്കള പാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദി ടോപ്പ് ഓഫ് ദി വേൾഡ്. അമ്പോ, ഇവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. മൈറ്റി കാർത്തുങ്കള. ഇവിടെ യെസ്. A few moments later. മെല്ലെ ഊരിലെ അയ്യോ, അയ്യോ, ഞാൻ അയ്യോ, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, പിടിക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ ആവണ്ട, എനിക്ക് പ്രശ്നമായി. അയ്യോ അയ്യോ, എത്ര പെട്ടെന്ന്
पानी पियो ना मैडम इससे कुछ ना पानी पीजिए पानी क्या है क्या नहीं है पानी पिए നല്ല ശ്വാസം എടുത്താൽ पानी पिलाओ भाई को पानी पानी गरम पानी पिलाओ अरे पानी पिलाओ भाई सबसे पहले हेलमेट उतारो कुछ किसी कुछ बोलता है टीम का कैप्टन कौन है നല്ല എണീച്ച് നല്ല നടന്നിട്ട് വണ്ടി എടുത്ത് താഴെ രണ്ട് കൈ കൂട്ടിയിരിക്കും കർപ്പൂരം തിന്നാനല്ല കർപ്പൂരം എടുത്ത് കഴിച്ചാ താങ്ക് യു സോ മച്ച് തരുമോ കൈയും കാലും വിറച്ചിട്ട് പാടില്ല കേക്കണ്ടേ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അധികം ലോഡ് എടുക്കുമ്പോൾ നമ്മൾ ടയർഡാവും. ഇവിടെ നിൽക്കും തോറും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കും. ഇത്ര ദിവസത്തിൽ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് മെല്ലെ ചെയ്തില്ലെങ്കിൽ മെല്ലെ ചെയ്യാണ്ട് പോകാമെന്ന് കഴിഞ്ഞാൽ പണി പാടും. ഇപ്പോൾ ഈകള് വീണപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി കൂടിയിട്ട് 4 പേര് കൂടി കൂട്ടാ പൊക്കിയേ. ഇവിടെ അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ സീനാവും, പെട്ടെന്ന് ടയർഡാവും. നമ്മളൊരു വണ്ടി നിലത്ത് വീണാൽ പോലും നമുക്ക് പൊക്കാൻ പാടില്ല എന്നാണ് ഇവിടെ. ആംബുലൻസിലേക്ക് വെക്കാൻ നേരത്തെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൈ കുഴഞ്ഞു പോവാ. എനിക്ക് പറയാൻ പറ്റുന്നില്ല ആരോടും, അങ്ങനത്തെ സിറ്റുവേഷൻ. പിന്നെ ആ കർപ്പൂരം എടുത്ത് മണത്ത് അവിടെയുള്ള ഒരു ലേഡി, അവർ ഭയങ്കര ആരാന്നോ എന്താണെന്നോ അറിയില്ല, കുറേ സപ്പോർട്ട് ചെയ്തു. അവർ മറ്റേ കർപ്പൂരം കൊണ്ടൊക്കെ വന്ന് മണക്കാൻ തന്ന്. അത് കർപ്പൂരം മണക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രീത്തിങ് ഏകദേശം ഓക്കെ ആയി വരും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തന്നപ്പോഴത്തേന് ഏകദേശം കൂളായി. പിന്നെ കുറച്ച് വെള്ളം കൂടി കുടിച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനത്തെ നമ്മളിപ്പോൾ ഇറങ്ങിയേക്കോട്ടെ താഴേക്ക്. സ്നോഫാൾ ഉണ്ട് ഇവിടെ. ഇപ്പോഴും തരിച്ചിരിക്കുക. ആശുപത്രി കിടത്തിട്ട് സ്നോഫോൾ നോക്കിയിരിക്കുക. ഞാനെന്ത് ചെയ്യാറാ, താറ് വരണ്ടേ കേട്ടോ. സെറ്റ് ഒന്നുമില്ല, പവർ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഈഗിളിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. എന്താ വേണ്ടേ? ഈ കാറ്റ് കയറി നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ പോലും എനിക്കറിയില്ല. എല്ലാവരും ഇവിടെ കൂടി നിൽക്കട്ടോ. ഇനിയും വണ്ടികൾ വരാനുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. റെയിൻ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഈഗിളിന് പിന്നെ താറിൽ തന്നെ എത്തിയിട്ടോ. ഇവനാണ് പ്രാന്ത്. ഇവൻ ഒറ്റ ഒരുത്തരാണ് നമ്മളിങ്ങനെ കാരണം. എന്ത് ചെയ്യാനാണ്, ഫുൾ സീനാട്ടോ. വെൽക്കം ടു നുബ്ര ആൻഡ് ഷിയോക്ക് വാലി. ഇത് നോക്കടാ, പാവം അവര് ജീവിക്കണ എന്തിനാത്താ നോക്ക്. നമ്മുടെ പട്ടാളക്കാർ ഉള്ള ഇതാട്ടോ അവിടെ ക്യാമ്പിങ്. സമ്മതിക്കണം, ഒരാളനക്കം ഇല്ലാത്ത സ്ഥലത്തൊക്കെ. ഗായ്സ്, അങ്ങനത്തെ ഒരു വാലി സൈഡിലേക്ക് നമ്മൾ ഇറക്കാൻ പോവാട്ടോ. കിട്ടില്ല സ്ഥലം. ഫൈനലി ഗായ്സ്, ഈഗിൾ ഓക്കെ ആയി. വണ്ടിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ബൈക്കില് താറില് 20 കിലോമീറ്റർ വരെ കണ്ടിരുന്നു, ബാക്കി 30 കിലോമീറ്റർ ബൈക്കിലിരുന്നു. ഓക്കെ ആയില്ലേ? ഭയങ്കര സീനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നുബ്ര വാലിയിലാട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നുബ്ര വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് കളർ നോക്ക്, നല്ല നീല കളർ കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഭയങ്കര വ്യൂ അവിടെ. ഓക്സിജൻ ഇല്ലാത്ത മാത്രമാണ് ഒരു പ്രശ്നമായല്ലേ.
ഇനി ഈഗിൾ ഡേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാവിലെ ക്ഷീണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ വീഴുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ടോപ്പിലെത്തുമ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ അതിന് സിനിമ സ്റ്റൈലായിരുന്നു കേട്ടോ. എനിക്ക് ഗോപ്രോ ഓണാക്കാൻ പോലും തോന്നിയില്ല. എന്തോ ഭാഗത്ത് ഞാനിങ്ങനെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വീഡിയോസ് ഉണ്ട്, ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ മുമ്പിൽ. മുഖമൊക്കെ തടിച്ച്. പിന്നെ ഡബിൾ ഡീറിംഗ് ഉള്ള ഹെൽമെറ്റ് ഇവിടെ ആർക്കും ഊരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് എനിക്ക് ഊരാൻ എനിക്കറിയാന്ന് പറയാന്നല്ലാണ്ട് എനിക്ക് ഊരാൻ പറ്റുന്നില്ല. ഓൾറെഡി നമുക്ക് ഓക്സിജൻ ഇല്ല, അതിനിടയ്ക്ക് ഈ ജാക്കറ്റും ഗിയേഴ്സും എല്ലാം ഇട്ട് പൊക്കിയിട്ട് ഭയങ്കര വെയിറ്റും. അതെ, ഇവിടെ പൊക്കിയിട്ട് അവിടം വരെ ഓടി ആംബുലൻസിൽ കയറിയപ്പോഴത്തേനും ഞങ്ങൾ തളർന്നു കേട്ടാ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷേ എന്താ പറയാ, ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഇത് പിന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടിയ വള്ളികളെല്ലാം അപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഞാൻ ആലോചിച്ചപ്പോ ഈ പാക്കേജ് വന്നോണ്ട് താറും നമുക്ക് പാക്കപ്പാനൊക്കെ ഉണ്ടായിരുന്നോണ്ട് സത്യം കേട്ടോ. നമ്മളിപ്പോ സോളോ ഒക്കെ അടിച്ചു വരികയാണെങ്കിലൊക്കെ നമ്മൾ അവിടുന്ന് തലറിഞ്ഞ് വീഴുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ പറ്റുണ്ടായില്ല ആ ഒരു ക്ലൈമറ്റില്. പിന്നെ ബൈക്കിൽ തന്നെ കയറി പോരാനായിട്ട് ബോഡി അത്രയും വീക്കായിരുന്നു. നമ്മുടെ താറൊക്കെ ഉണ്ടായിരുന്നോണ്ട് പ്രത്യേകിച്ച് കപ്പിളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മള് ചെക്കന്മാര് മാത്രമാണ് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയി വരാം. പക്ഷെ കപ്പിളായിട്ടൊക്കെ വരുമ്പോ അല്ലേ ഇതേപോലത്തെ അവസ്ഥയൊക്കെ വരുമ്പോ സീനാണ്. അതെ, അനുഭവം ഗുരു. നമ്മളെ കൂടെ വന്നതിൽ 2-3 പേര് തന്നെ തല ഇറങ്ങി. ബാക്കിയുള്ള അതെ, ഈഗിളാണ് തുടക്കം കുറിച്ചേ. ഈഗിള് വീണോടെ എല്ലാരും വീഴ്ചേ. ഈഗിളിനെ പൊക്കെ ഞങ്ങളും വീണു. കോമഡി ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇനി നാളെ തിരിച്ച് ആ വഴി തന്നെ പോകണ്ട, അവിടെ നിർത്തണ്ടെന്ന് ഞങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അതെ, 10 മിനിറ്റ് കൂടുതൽ അവിടെ നിർത്തരുന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ആ കാത്തുംകുളേന്റെ അവിടെ എത്തിയിട്ടൊരു ഫോട്ടോ എടുത്തില്ലേ മോശമല്ലേ, അവിടെയാണ് തിരക്കായിരുന്നു. അതെ, അതെന്തായാലും നമുക്ക് വ്ലോഗിലൊരു മെമ്മറബിൾ ആയിട്ട് സാധനം അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതിന് ആ കാര്യത്തിൽ ഞങ്ങൾ പ്ലസ്ഡ് ആണ്. നമ്മുടെ ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും. അതാണ് ഒരു കോടമഞ്ഞ് ഫീൽ കേട്ടോ. ദൂരേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഇവിടേക്ക് വന്ന് അങ്ങനെ കോടമഞ്ഞൊന്നും കണ്ടിട്ടില്ല. ഇവിടെ എത്ര തണുപ്പുള്ള സ്ഥലമാണെങ്കിലും കോടമഞ്ഞില്ല. കോടമഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ തണുപ്പുള്ള സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് ഉണ്ടാവും, പിന്നെ സ്നോ ഉണ്ടാവും, ഫോഗില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ. ഇനി അങ്ങനെ ഉള്ള ഏരിയ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവുമായിരിക്കും. നമ്മളെല്ലാ ഭാഗവും കാണുന്നില്ലല്ലോ. എന്തായാലും വെറൈറ്റി റോഡ്. നമ്മൾ വന്ന പോലെയല്ല, കുറച്ചുകൂടി എന്താ പറയുക, വീതി കുറഞ്ഞ കുറേ ഉള്ളേരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയോ ആണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേട്ടോ. ആ വ്യൂവിൽ ഒരുപോലെ ആയിട്ട് തോന്നാറില്ല. കന്യാകുമാരിയോ? ഇതാണോ കന്യാകുമാരിക്കുള്ള ഷോർട്ട് കട്ട്? ഡെസേർട്ട് പോലെ സ്ഥലത്ത് എത്തിട്ടോ. നിറച്ചും പൂഴിമണൽ കണ്ടോ. എൻ്റെ മോനെ, നോക്ക് അങ്ങോട്ട് നോക്ക്, മൊത്തം മണലുകൾ നോക്കും, മണൽ കൂമ്പാരം. കറക്റ്റ് ഡെസേർട്ട് നോക്ക്. ആ ഷേപ്പും ആ കാറ്റടിച്ചിട്ടുള്ള ഇതൊക്കെ കറക്റ്റ് ഡെസേർട്ടിൻ്റെ പോലെ. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കുട്ടനാട്, ലോവസ്റ്റ് പോയിന്റ് കുട്ടനാട് കേട്ടോ. അതെ, കുട്ടനാട് സീ ലെവലിൽ താഴെയാണ്. ഇതിവിടെ കുറേ ഡെസേർട്ട് ഉണ്ട് കേട്ടോ, പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്ക്. നമ്മുടെ വീടിന് മുറ്റത്ത് മണൽ കൂട്ടിയിടുമ്പോൾ ഉറുമ്പ് നോക്കണ പോലെ ഉണ്ട്. എന്ത് ഹൈറ്റാ, ഫുള്ള് മണൽ. അതെ, ഭയങ്കര വ്യൂ. അതൊക്കെ പൊടിക്കാറ്റാന്ന് കേട്ടോ പറഞ്ഞു കേട്ടെ. ഈ ഡെസേർട്ടിലെ മണലിങ്ങനെ കാറ്റ് വീശിയിട്ട് ഇങ്ങനെ ഇതാവുന്നതാണൊക്കെ പറഞ്ഞു കേട്ടോ, അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറാം. ഈ നോഫി ഇനി ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മെല്ലെ പോകാം. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ നമ്മുടെ സ്റ്റേയിലേക്കുള്ളൂ. അപ്പോൾ നാളെയൊക്കെ നമുക്ക് ഈ ഡെസേർട്ടിലൊക്കെ പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തെവിടെയാണ്. നമുക്ക് ഈ ബംസുള്ള റോഡിൽ കൂടെ അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല, എടുത്ത് അലക്കി കളയും ബാക്കിൽ. ഇവിടെ ഒരു പ്രത്യേക വൈബ് കേട്ടോ. ചെറിയ റോഡ്, എപ്പോഴും പാറ പൊട്ടിച്ചോണ്ടിരിക്കട്ടോ. ഇവിടെയൊക്കെ കുഞ്ഞു റോഡാ, പേടിക്കണം. അപ്പുറം സൈഡ് കൊക്കയാ.
ഫൈനലി നമ്മുടെ സ്റ്റേയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എവിടെയാണ് കേട്ടോ, ഇവിടെ ഒരുപാട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കോട്ടേജുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഏതാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഗായ്സ്, ഇതുവരെ കിട്ടാത്തൊരു സെറ്റപ്പ് സ്റ്റേ ആട്ടോ നമുക്ക് നേടിയിട്ടുള്ള. നമുക്ക് ടെൻറ്റ് സ്റ്റേ. ടെൻറ്റ് എന്ന് വെച്ചാൽ ലോക്കൽ ടെൻ്റ് അല്ല, കാണിച്ചു തരാം. വാവ്, പുറത്ത് മഴയുണ്ട്. അടിപൊളി. ഇവിടെ കേട്ടോ ബാത്റൂം, അടിപൊളി സെറ്റപ്പ് കേട്ടോ, എനിക്കിഷ്ടമായി.